അമ്മേ എന്നാ അമ്മ കഴിക്കാൻ? പഴങ്കഞ്ഞിയോ? എന്നാ പഴങ്കഞ്ഞിയെങ്കിൽ പഴങ്കഞ്ഞി, വേറെ വഴിയൊന്നും ഇല്ലല്ലോ. എന്റെ മോൻ പെട്ടെന്ന് ഇത് വാരി കുടിച്ചു. ബിരിയാണിയാന്നും പറഞ്ഞ് ഞങ്ങൾ കഴിച്ചോ മോനെ. ചെറിയ മുളകൊന്നും ഇല്ലായിരുന്നു അമ്മേ. ഇപ്പൊ പച്ചമുളക് തന്നെ പറിച്ചത്. പച്ചമുളക് ഉണ്ടെങ്കിൽ ഇങ്ങനെയും പ്രയോജനമുണ്ട്. ഉള്ളി നമ്മുടെ വീട്ടിലുണ്ടാക്കിയതാണോ അമ്മേ? ആ ഇങ്ങോട്ട് എടുത്തോണ്ട് വാ. ആസ്വദിച്ചിരുന്ന് കഴിക്കുവോ? ഹലോ, ആരാടി? ഗീതു. മണാലി പോയെന്നും കുളു പോയെന്നൊക്കെ ഞങ്ങൾ അറിഞ്ഞു. ഫോട്ടോ ഇട്ടിട്ടുണ്ടോ? ആ നോക്കിയില്ലടി, ഞാനിപ്പോ അങ്ങോട്ട് എഴുന്നേറ്റതേ ഉള്ളായിരുന്നേ. വലിയ ഹോട്ടലിലോ? ഞങ്ങളും പോകുന്നുണ്ടടി. ഇവിടെ എങ്ങും പോകുന്നില്ല, അങ്ങ് മലേഷ്യ പോണോന്നാ ഞങ്ങളുടെ ആഗ്രഹം. ആ കോണ്ടിനെന്റൽ ഫുഡോ? ഞാനിപ്പോ ഞാൻ കപ്സ കേട്ടിട്ടില്ലേ? എടി കപ്സ, എടി അൽഫാം നീ കഴിച്ചിട്ടില്ലേ ഇതുവരെ? എന്റെ മോളെ, ആ കപ്സയുടെ അകത്ത് റൈസ് എന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ, അതാണ് റൈസ്. പിന്നെ അതിന്റെ അകത്തെ മസാല ഒരു രക്ഷയുമില്ല മോളെ. എവിടെ പോയാലും ഇത്രയും നല്ല കപ്സ കിട്ടില്ല മോളെ. ഇങ്ങനെ നീ ഇപ്പൊ മണാലിയിൽ എന്റെ കുളുവിലാന്ന് പറഞ്ഞാൽ പോലും കിട്ടത്തില്ല. അതിന്റെ അകത്തൊക്കെ ആ ചിക്കനൊക്കെ ഉണ്ടല്ലോ, അത് കണ്ടാ തന്നെ തിന്നാൻ തോന്നും. അതിന്റെ അകമെന്നൊക്കെ പറഞ്ഞുണ്ടല്ലോ, നല്ല ജ്യൂസി ആയിട്ട് എന്റെ മോളെ ഒന്ന് കടിച്ചു കഴിഞ്ഞാൽ പിന്നെ ചുറ്റുമുള്ളതൊന്നും നമുക്ക് കാണാൻ പറ്റത്തില്ല. ഇത്രയും നല്ല ഫുഡൊന്നും നീ കഴിച്ചു കാണത്തില്ലല്ലോ. പിന്നെ ഉള്ള കാര്യം പറയാനോ, നമ്മൾ ചങ്ങനാശ്ശേരിക്കാരുടെ ഫുഡെന്ന് പറഞ്ഞ അതൊന്നും വേറെ തന്നെ അടിക്കും. അടി എന്നോടാ ആണോ? നാളെ എത്തല്ലോ? ആ മതിയടി, നിങ്ങൾ പതുക്കെ വന്നാ മതി. കുറച്ച് മുഖത്തരം കേട്ടാ പോലെ. മോളെ എന്നാ കഞ്ഞി കുടിച്ചു കഴിഞ്ഞെങ്കിലേ ആ ചട്ടി ഞാൻ ഉച്ചക്കലത്തേക്ക് കറി വല്ലതും വെക്കാം.